നമസ്കാരം, ഏവർക്കും സ്വാഗതം എസ്തെറ്റിക് ലൈഫിലേക്ക്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ലിക്വിഡ് മേക്ക് ഓവർ സ്റ്റുഡിയോ അഞ്ചലിലാണ്. എന്നോടൊപ്പം ഉള്ളത് മായി ചേച്ചിയാണ്. ഹായ് മായി ചേച്ചി. അപ്പോൾ ചേച്ചി ഇന്ന് കവിത ചേച്ചിയും ഇവിടെയുണ്ട്. അപ്പോൾ കവിത ചേച്ചിക്കാണ് ഇന്നൊരു ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എസ്തെറ്റിക് ലൈഫ് എപ്പോഴും നമുക്കറിയാം ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരാറ്. അപ്പോൾ ഇന്ന് ഈ സ്റ്റുഡിയോയിൽ എന്ത് മേക്ക് ഓവർ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് ചോദിക്കാം. മായി ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നത് കവിത ചേച്ചിക്ക് വേണ്ടിയിട്ട്? കവിത എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, എൻ്റെ റെഗുലർ കസ്റ്റമറുമാണ്. പുള്ളിക്കാരി ഞാൻ ഗ്ലൂട്ടാത്തയോൺ എന്ന ഫേഷ്യലാണ് ഇപ്പം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. കാരണം ഒത്തിരി എന്താ പറയുക, എല്ലാവർക്കും ബ്രൈറ്റനിങ് ആണ് ഇഷ്ടം, എല്ലാവർക്കും നല്ല വെളുത്ത് സുന്ദരികളാവണം എന്നുള്ളതാണ്. ചേച്ചി ഓൾറെഡി സുന്ദരിയാണ്, എന്നാലും നമുക്ക് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ലിക്വിഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂട്ടത്തയോൺ ചേച്ചിക്ക് ഇഷ്ടമാണോ ചെയ്യാനായിട്ട്? ഇഷ്ടമാണ്. ചേച്ചി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ ഈ ഗ്ലൂട്ടത്തയോണിന്റെ? ഗ്ലൂട്ടാത്തയോണിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും വെളുക്കണം എന്നും പറഞ്ഞുകൊണ്ടല്ലേ, പക്ഷെ എൻ്റെ ഫ്രണ്ട് കവിത വെളുത്തയാണ്, മുഖത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലും ആൾക്കാർ ഇതിൻ്റെ ടാബ്ലറ്റ് രൂപത്തിൽ കഴിക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ രൂപത്തിൽ. അതേ കണക്ക് തന്നെ പാർലറിൽ ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ ഫേഷ്യലാണ്. ഒരുപാട് റിസൾട്ട് നൽകുന്നുണ്ട്. ഫേഷ്യലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഈ ഏജിനിങ്ങിനും റിങ്കിൾസിനും എല്ലാം മാറാൻ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. ഓക്കെ, എനിക്ക് തോന്നുന്നു ടാബ്ലറ്റ് എടുക്കുക അല്ലെങ്കിൽ IV കൊടുക്കുക ഇതൊക്കെ നമുക്ക് ഇന്നർ പാർട്ടിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമെന്ന് എപ്പോഴും ഒരു ഡൗട്ടാണ് അല്ലേ. പക്ഷെ ഈ ഡൗട്ട് ഒന്നും വേണ്ട. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഔട്ടർ പാർട്ടിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടാത്തയോൺ ഫേഷ്യൽ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ലിക്വിഡ് മേക്ക് ഓവർ സ്റ്റുഡിയോയില് മായ ചേച്ചിയാണോ ചെയ്യുന്നത് അതോ? അല്ല, എന്റെ സ്റ്റാഫ് സ്വപ്നയാണ് ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോ സ്വപ്ന ചേച്ചി ഒന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ലിക്വിഡ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലെ നമ്മുടെ സ്റ്റാഫ് സ്വപ്ന ചേച്ചി അല്ലേ. സ്വപ്ന ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വപ്ന ചേച്ചിയാണ് ഇന്ന് ഗ്ലൂട്ടാത്തയോൺ ഫേഷ്യൽ കവിത ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, സ്വപ്ന ചേച്ചി എത്ര വർഷമായി ഇവിടെ? ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷത്തോളമായി. 4 വർഷം. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഇവിടെ നല്ല കസ്റ്റമറാണ് വരുന്നത്. അതുപോലെ ചേച്ചിമാര് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നല്ല സ്നേഹത്തോടെയാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഓണർ സ്റ്റാഫ് അങ്ങനൊന്നുമില്ല, നന്നായിട്ടാണ്. ഓക്കെ, അതിവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മായ ചേച്ചി എല്ലാവരെയും സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് ലിക്വിഡ് മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അഞ്ചലിലാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്നേഹം വേണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങാം. ശരി, അപ്പോൾ അവർ തുടങ്ങാൻ പോവുകയാണ്, നമുക്ക് കാണാം. ആദ്യം നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് നന്നായി അത് തുടച്ച് മാറ്റുക. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആവാനും മറ്റേ പിഗ്മെൻറ്റേഷൻ ഒക്കെ നന്നായിട്ട് ഇത് മസാജ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ബ്രൈറ്റ്നെസ് വരും. ഇത് നന്നായി സ്ക്രബ് ചെയ്ത് സ്കിന്ന് പോർസ് എല്ലാം ഓപ്പൺ ആവും. അതിനൊക്കെ വേണ്ടിയാണ് സ്ക്രബ് ചെയ്യുന്നത്. ഈ നോസിൻ്റെ 2 സൈഡിലും ആയിരിക്കും നന്നായിട്ട് ഈ കാരയുള്ളത്. സ്ക്രബ് ചെയ്യുമ്പോൾ അവിടെ നന്നായിട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കാര എടുക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്ത്
ആ സൈഡിൽ നിന്ന് മുഴുവൻ നന്നായിട്ട് കാര എടുക്കുക. ഐസ് വെച്ച് ഒന്ന് നന്നായി എടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ടാൻ ഇടുക. ടാൻ ഒരു 5 മിനിറ്റ് ഇട്ട് വയ്ക്കുക. ഫൈവ് ഓർ 10 മിനിറ്റ് ഒന്ന് ഫ്രീ ആക്കി വിടുക. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിനി റിമൂവ് ചെയ്യുകയാണ്. ഒരു ജസ്റ്റ് മസാജ് കൊടുത്ത് റിമൂവ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അടുത്തത് മസാജിങ് ആണ്. ഇത് മസാജിങ് റോളറാണ്. ഇത് നന്നായിട്ട് ക്രീം അബ്സോർവ് ആവാൻ വേണ്ടിയാണ്. ഈ റോളർ വെച്ച് മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല ബെനിഫിറ്റാണ് ഇതിന്. നന്നായി തുടച്ചെടുക്കുകയാണ്. ഇത് ഇനി അടുത്തത് ഹൈ ഫ്രീക്വൻസി കൊടുക്കുകയാണ്. അപ്പം സ്വപ്ന, നമ്മുടെ ഫേഷ്യൽ പകുതിയോളമായി. ഇനി നമുക്കൊരു ഹൈ ഫ്രീക്വൻസി കൊടുത്താലോ മുഖത്ത്? ഹൈ ഫ്രീക്വൻസി കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏജിനിങ്ങിൻ്റെയും പിന്നെ ഈ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ റിങ്കിൾസ് പിന്നെ മറയാനും എല്ലാം നല്ലതാണ് ഈ ഹൈ ഫ്രീക്വൻസി. ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഇപ്പോൾ അധികം ആരും ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എൻ്റെ എക്സാം വരെ എഴുതിയ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ഫേഷ്യലിനും ഓരോ ഹൈ ഫ്രീക്വൻസി ഒക്കെ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഏത് ഫേഷ്യലിനും. ചെറുതായിട്ടൊരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ ചെറിയ ഇറിറ്റേഷൻ കാണും. ഈ തൈറോയിഡിൻ്റെ അസുഖമുള്ളവർക്ക്, അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക്, അത് കണക്ക് പല്ലിൽ കമ്പിയിട്ടുള്ളവർക്കൊന്നും ഈ ഹൈ ഫ്രീക്വൻസി ചെയ്തുകൂടാ. കാര്യം ചെറിയൊരു കറണ്ട് പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ അതൊരു ഓപ്പോസിറ്റായിട്ടായിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ പാക്കിലേക്കല്ലേ? പാക്ക്
ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഐസ് ക്യൂബ് കൊടുത്തിട്ട് നമുക്കൊരു പാക്കിലേക്ക് പോകാം. നമ്മൾ പാക്കാണ് 50 to 20 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ഇട്ടാൽ മതി പാക്ക്. സാധാരണ പാക്ക് നമ്മൾ ഇടുന്നത് മിക്കവാറും അതായത് കണ്ണിൻ്റെ അടിവശം വിട്ടിട്ടായിരിക്കും. പക്ഷേ ഇത് നമ്മൾ എല്ലാ ഭാഗത്തും തന്നെ ഇത് പാക്ക് കൊടുക്കും ഗ്ലൂട്ടാത്തയോൺ. പിന്നെ നമ്മൾ ഇതിൽ ഏത് ഫേഷ്യൽ ചെയ്താലും നമ്മളൊരു കാരണവശാലും പിന്നെ വെയിൽ കൊള്ളുക, പിന്നെ സോപ്പിടുക, അന്നത്തെ ദിവസം സോപ്പിടുക, സ്റ്റീം ചെയ്യുകയൊന്നും ചെയ്യരുത് മുഖത്ത്. അത് നമുക്ക് എപ്പോഴും ഓപ്പോസിറ്റായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഏകദേശം കഴിയാറായി. ഇനി ഒരു 50 മിനിറ്റ്സ് പാക്ക് ഒന്ന് അബ്സോർവ് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫേഷ്യലിൻ്റെ മുഖഭാവം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇനി അപ്പം പാക്ക് എടുക്കണം. 50 മിനിറ്റ്സ് കഴിഞ്ഞ് ഇനി നമ്മൾ പാക്ക് എടുത്തിട്ട് ഒരു സൺക്രീമും കൂടെ ഇട്ട് ഇത് ഫിനിഷാക്കും. ലാസ്റ്റ് സൺസ്ക്രീൻ ഇടുക. അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. ഫേസ് നോക്ക്, നല്ല ഗ്ലോ ഉണ്ട്. ഓക്കെ, അപ്പോ റെഡി ആയി ഇരിക്കുകയാണ് അല്ലേ കവിത ചേച്ചി? എല്ലാം കഴിഞ്ഞു. ഓക്കെ, എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇതിന് മാറ്റാം. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഹാപ്പിയാണ്. ഗ്ലോ കൂടിയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോ ഗ്ലൂട്ടത്തിയോൺ ഫേഷ്യൽ ആയിരുന്നു ചെയ്തിരുന്നത്. മറ്റേ ആ ഒരു ഇത് മെഷീനൊക്കെ വെച്ച് ചെയ്തപ്പോൾ എന്തെങ്കിലും പെയിൻ ഒക്കെ തോന്നിയിരുന്നു? ചെറിയ രീതിയിൽ. വേറെ പ്രശ്നം ചെറിയ തോതിൽ ഇലക്ട്രിക് കടന്നു പോകുന്നതല്ലേ. ലേസറാണ് ഇത്. ലേസറാണ്. ഓ, ഓക്കെ, ലേസറാണ്. ആ ഓക്കെ. അപ്പൊ ഈ ഒരു പാടുകളൊക്കെ മാറാനായിട്ട് റിങ്കിൾസ്, ആന്റി ഏജിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് നല്ലതാണ്. ജെയിംസ് ഒക്കെ മുഖത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ അതൊക്കെ പോവാൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഗ്ലൂട്ടത്തിയോൺ എന്ന് പറയുന്ന ഒരു ഫേഷ്യലാണ് നമ്മൾ ചെയ്തത്. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഗ്ലൂട്ടത്തിയോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫേഷ്യൽ ഇപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രിക്കോഷൻസ് കുറച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെയിലത്തേക്ക് ഇറങ്ങുക. അതിപ്പോൾ ഏത് ഫേഷ്യൽ ആയാലും ചെയ്തിട്ട് ഉടനെ നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് കറക്കും. ഉറപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. എങ്ങനെയാണ് ഈ ഗ്ലൂട്ടത്തയോൺ ഫേഷ്യൽ ചെയ്യുന്നത്, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ ആയിരുന്നു നമ്മളിപ്പോൾ കാണിച്ചത്. ലിക്യൂട്ട് മേക്കോവർ സ്റ്റുഡിയോയിൽ മായ ചേച്ചിയായിരുന്നു നമുക്കിത് കാണിച്ചു തന്നത്. എനിവേ, നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ചേച്ചി പോവല്ലേ? ഓക്കെ, ബൈ. നന്ദി. ബൈ.